Please like and subscribe. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെറൈറ്റി സംഭവമായിട്ടാണ് വന്നുള്ളത് കേട്ടോ. ഇതുവരെ നമ്മൾ അങ്ങനെ അധികം ആരും കുക്ക് ചെയ്യാത്ത ഒരു വെറൈറ്റി സാധനമായിട്ട് വന്നുള്ളത്. അപ്പം എന്താണെന്നുള്ളത് ഇപ്പം കാണിച്ചു തരാം. ഈ സാധനം കണ്ടിട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ? ഇതാണ് പോത്തിൻ്റെ നാക്ക്, ടങ്, ബീഫിൻ്റെ നാക്ക്. ഇത് നമ്മളധികം ഈ ഓഫ് കട്ട് സാധനങ്ങൾ നമ്മൾ അധികം ആരും അങ്ങനെ കുക്ക് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ സാധാരണ ബീഫിൻ്റെ ലിവർ, ഹാർട്ട് അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ സാധാരണ എല്ലാവരും കുക്ക് ചെയ്യുക. ഈ ഓഫ് കട്ട് സാധനങ്ങൾ അങ്ങനെ അധികം ആരും കുക്ക് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ബീഫിൻ്റെ ഏറ്റവും നല്ല ഒരു പോർഷനാണ് ബീഫിൻ്റെ നാക്ക്. അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീനും മസിൽസും എല്ലാം ഉള്ള അടിപൊളിയായിട്ടുള്ളൊരു പീസാണ് ഇത്. നിങ്ങളിത് ഇതുവരെ കാണുമ്പോൾ ഒരു ഓക്കൗട്ട് ഫീലിംഗ് ഒക്കെ ഉണ്ടാവും, ഇത് കാണുമ്പോൾ ഒരു ഓക്കൗട്ട് ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. എന്നാലും നിങ്ങളിതൊന്ന് എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഞാനപ്പോൾ അതിൻ്റെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പി ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ സംഭവമാണ്. ഓക്കെ, ഇത് നന്നായി കഴുകി വൃത്തിയാക്കി നമ്മൾ സാധനം നാക്കെടുത്തിട്ടുണ്ട്. ഇത് കണ്ട ഒരു സാൻഡ് പേപ്പർ പോലെ നമ്മൾ കുറയ്ക്കാനൊക്കെ ഒരു പേപ്പറില്ലേ, അതിൻ്റെ ഒരു ടെക്സ്ചർ ആയിട്ടത്. കുക്കറിലിട്ടിട്ട് ജസ്റ്റ് തന്നെ കുക്കറിലൊന്ന് ഇടുന്നു. അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നു. അതൊരു 2-3 മാക്സിമം ഒരു ആദ്യം നമുക്ക് 2 വിസിലടിച്ചിട്ട് നോക്കാം എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഓക്കെ, അതിനുശേഷം നമുക്ക് വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് ബാക്കി ഒരു വിസിൽ കൂടി അടിച്ച് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വെക്കാം. ഇതൊരു 2 വിസിൽ ഒന്ന് അടിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം. വേവിച്ച് വെച്ച നാക്ക് നമ്മൾ ഇതിൻ്റെ അവസ്ഥ എന്താ നോക്കി പുറത്തേക്ക് എടുത്ത് ഇതിൻ്റെ അവസ്ഥ എന്താ നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ തൊലി ഒന്ന് കളയാം. ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. ഇപ്പോൾ നിങ്ങൾ കണ്ട പൊളിഞ്ഞു വരുന്നുണ്ട, സോക്സ് കൂട്ടുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് പൊളിഞ്ഞ് ഇങ്ങനെ വരും. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം വലിയ പീസ് ഇങ്ങനെ ഒരു പീസായിട്ട് നമുക്കിങ്ങനെ കണ്ട ബീഫ് സ്റ്റീക്ക് മുറിക്കണ പോലത്തെ പീസുകളായിട്ട് നമുക്ക് കിട്ടും. കണ്ട, നമുക്കൊന്ന് ആദ്യം 2ആക്കിയിട്ട് മുറിക്കാം. വാവോ, ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഈ പുലർത്തി എടുക്കാനുള്ള പരിപാടികൾ നോക്കാം. ഞാൻ കുറച്ച് സബോള വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് സബോള, തക്കാളി ഇതൊന്ന് ഇതിൽ കിടന്നിട്ടൊന്ന് വഴറ്റി വെന്ത് വരട്ടെ. അപ്പം നമ്മുടെ സബോളയും തക്കാളിയും ഒന്ന് നന്നായി രീതിയിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇനി ആവശ്യമുള്ള മസാല ചേർക്കാം. ഫസ്റ്റ് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ആദ്യം കുറച്ച് മല്ലിപ്പൊടി, കൊറിയാണ്ടർ പൗഡർ, അത് കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ. ഓക്കെ, 2 സ്പൂൺ ഇട്ടു. പിന്നെ മഞ്ഞപ്പൊടി കുറച്ചിട്ടു, അധികം ഇടുന്നില്ല, ഇവിടെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. മുളക് മറ്റേ ചില്ലി ഫ്ലേക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ചില്ലി ഫ്ലേക്സ് അധികം യൂസ് ചെയ്യുന്നില്ല, വളരെ കുറച്ച് ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്യുന്നുള്ള കാരണം നമ്മൾ പെപ്പറിൻ്റെ ടേസ്റ്റാണ് ഇതിൽ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. അപ്പം ചില്ലി ഫ്ലേക്സ് കുറച്ചിട്ടു, കുറച്ച് ഗരം മസാല ഇട്ടു. ഓക്കെ, പിന്നെ വീണ്ടും നമ്മുടെ മെയിൻ ഐറ്റം കുരുമുളക് പൊടി ശ്രദ്ധിക്കും. ഈ മസാലയ്ക്ക് പച്ചമണൊക്കെ ഒന്നും പോട്ടെ. ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല, മനപ്പൂർവ്വം ഇടാത്താണ് ഉപ്പ് നമുക്ക് ഇതിന് ശേഷം ഇടാം. ബീഫിൻ്റെ നാക്ക് ചേർക്കാം. ഇതൊരു തനി കേരള സ്റ്റൈലിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണേ. ഇത് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമുക്കിനി കുറച്ച് ഉപ്പ്, വളരെ അധികം ഇടണ്ട, കുറച്ച് ഉപ്പ് ഇടുക. കാരണം ബാക്കി നമുക്ക് നോക്കിയിട്ടിടാം. ഇനി നമ്മൾ ഈ ഒരു സ്റ്റോക്ക്, ബീഫ് നേരത്തെ വേവിച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ, സ്റ്റോക്ക് വാട്ടർ കുറച്ച് ഒഴിക്കുക വേവിക്കാൻ. അതനുസരിച്ച് ഇപ്പം ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അതായത് ബീഫ് മറ്റേ മസാല ഇട്ട് ഇതാക്കി ഇളക്കി നാവ് അതിൻ്റെ ഉള്ളിലിട്ട് ഇനി നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഇതിൽ പരിപാടിയൊന്നുമില്ല. നമ്മളിത് കഴിഞ്ഞിട്ട് ഒരു 3-4 വിസിലടിച്ചിട്ട് ഇത് ഓഫ് ചെയ്യും. എന്നിട്ട് ഇതൊരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും. കാരണം എന്നാലും ഈ മസാലയൊക്കെ അതിൻ്റെ മുകളിൽ പിടിക്കുള്ളൂ. അപ്പം അതിനുവേണ്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ജസ്റ്റ് ഇതൊന്നും എടുത്തിട്ടൊന്ന് ഒരു പാനിൽ ഇട്ടിട്ട് ഒന്നുകൂടി ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്
കുറച്ച് വേപ്പിലിട്ടിട്ടൊന്ന് ഉലർത്തിയെടുക്കും. അത്ര സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഉലർത്തിയെടുക്കാൻ ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഉരുളി വെച്ചു, കുറച്ചും കൂടിയും വെളിച്ചെണ്ണ ഒഴിച്ചു, ഇതിലേക്ക് ഇട്ടുണ്ട് കേട്ടോ. ഓക്കെ, കുറച്ച് വേപ്പിലിടാം. ഇനി നമ്മുടെ മെയിൻ ഐറ്റം കുരുമുളക് പൊടി കുറച്ചും കൂടി നമുക്ക് ഇട്ടിട്ടാണ് പൂശാൻ. കാരണം കുരുമുളകിന്റെ ടേസ്റ്റ് മുന്നിലേക്ക് നിൽക്കണം, വേറെ ഒന്നുമില്ല, കുരുമുളകിന്റെ ടേസ്റ്റ് മുന്നിലേക്ക് നിൽക്കണം. ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് ഗരം മസാല, വളരെ കുറച്ച്. ഓക്കെ, മതി. അതും കൂടി ആഡ് ചെയ്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് അപ്പം നമ്മുടെ കുക്കിങ്ങിൻ്റെ പരിപാടി ഏകദേശം എല്ലാം ഫുള്ളായിട്ട് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. എല്ലാ പരിപാടിയും കഴിഞ്ഞു, നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് പറയാം. ഇത് ടേസ്റ്റിലൊന്നും ആരും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വീട്ടിൽ പോയി ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അത്രയ്ക്ക് അടിപൊളിയുണ്ട്, ഒന്നും പറയാല, സൂപ്പർ ടേസ്റ്റ്. ഇപ്പം നിങ്ങളൊന്ന് എപ്പോഴേലും സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ ഓഫ് കട്ട് മീറ്റ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും ബീഫും ചിക്കൻ്റെയും പീസ് മേടിക്കുന്നതിന് പകരം ഇതുപോലത്തെ ഓഫ് കട്ട് മീറ്റ്സ് ഒന്ന് എപ്പോഴും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ ദിവസവും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും എല്ലാവർക്കും താങ്ക് യു.